റഷ്യയുടെ ആക്രമണ ഡ്രോണിനെ ആകാശത്ത് വെച്ച് അത്യന്തം സാഹസികമായ തന്ത്രത്തിലൂടെ തകർത്തെറിഞ്ഞ് യുക്രൈൻ വ്യോമസേന. ഒരൊറ്റ വെടിയുണ്ട പോലും ഉതിർക്കാതെ MiG-29 പോർ വിമാനത്തിന്റെ ശക്തമായ കാറ്റിന്റെ തരംഗങ്ങൾ ഉപയോഗിച്ച് ഡ്രോണിന്റെ നിയന്ത്രണം തെറ്റിച്ചാണ് തകർത്തു വീഴ്ത്തിയത്. നിയന്ത്രണം നഷ്ടപ്പെട്ട റഷ്യൻ ഡ്രോൺ വലിയ സ്ഫോടനത്തോടെ നിലംപതിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാൻ നിർമ്മിതമായ ഷാഹേദ് ആക്രമണ ഡ്രോണുകൾ താരതമ്യേന ഭാരം കുറഞ്ഞവയായതിനാൽ വായുവിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ ഇവയുടെ സഞ്ചാരപാത തെറ്റിക്കാൻ കാരണമാകും. ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ യുക്രൈൻ സൈന്യം വലിയ പുരോഗതിയാണ് കൈവരിക്കുന്നത്. കഴിഞ്ഞ മാസം തുറന്ന കോക്പിറ്റിലിരുന്ന് യാക്-52 വിമാനത്തിലെ തോക്കുധാരി അസോൾട്ട് റൈഫിൾ ഉപയോഗിച്ച് റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ട സംഭവം ഉണ്ടായിരുന്നു. അതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിലും പരിസര പ്രദേശങ്ങളിലും റഷ്യ വ്യാഴാഴ്ച രാത്രി മുതൽ മണിക്കൂറുകളോളം നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 16 പേർ കൊല്ലപ്പെടുകയും 40ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. കീവിൽ മാത്രം 15 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ആക്രമണ ഭീതിയെ തുടർന്ന് 24,000-ത്തിലധികം കുട്ടികൾ ഉൾപ്പെടെ 38,000-ത്തിലധികം ആളുകൾ രാത്രി കീവിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. അതേസമയം US നിർമ്മിത പേട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകളുടെ കുറവ് മുതലെടുത്താണ് റഷ്യ കീവിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. ജനവാസ മേഖലകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരമാവധി നാശനഷ്ടം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. എന്നാൽ യുക്രൈന്റെ മിസൈൽ നിർമ്മാണശാലകളും ഡ്രോൺ ശേഖരങ്ങളും പ്രധാന ആയുധപ്പുരകളുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. റഷ്യ പ്രതിമാസം 200-ലധികം ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് യുക്രൈൻ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യുക്രൈനിലെ യുദ്ധം ഇപ്പോൾ പ്രദേശങ്ങൾക്കു വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമല്ല. ഇരുപക്ഷവും തങ്ങളുടെ ശത്രുക്കളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിനായി പരസ്പരം രാജ്യത്തിനകത്തേക്ക് ശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. റഷ്യൻ പെട്രോളിയം ശാലകൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ യുക്രൈനിൽ നഗരങ്ങളിലും നിർണായകാടിസ്ഥാന സൗകര്യങ്ങളിലും റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. ഈ പുതിയ സംഘർഷങ്ങളോടെ യുക്രൈന്റെ ആക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനമായ വൈൽഡ്ബെറീസ്. രാജ്യത്തെ ഏറ്റവും ധനികയായ വനിതയായ ടത്യാന കിമാണ് ഈ കമ്പനിയുടെ ഉടമ.